ആ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത്, നബിയെ, എന്നാണ് ഈ അക്രമമൊന്ന് അവസാനിക്കുക, എന്നാണ് ഈ മർദ്ദനങ്ങൾക്ക് അന്ത്യം? അങ്ങയുടെ അനുയായികളല്ലയോ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴക്കപ്പെടുന്നത്? അങ്ങയുടെ അനുയായികളല്ലയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ, സമത്വം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ള നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങയുടെ അനുയായികളല്ലയോ? എന്നാണ് ഇതിനൊരു അന്ത്യമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി. എന്തായിരുന്നു മറുപടി? മദീനയിലേക്കുള്ള പാതയുടെ ഈ മഹാസംഗമ നഗരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും മാത്രമല്ല, ഇന്നത്തെ ലോകത്തെ ഏത് സഹോദരനോടും അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു, ഈ മർദ്ദനങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ മർദ്ദനം ഇന്ന ദിവസം അവസാനിക്കുമെന്ന് ഉത്തരം നൽകുന്നതിന് പകരം, നമുക്ക് സുരക്ഷിതത്വം നാളെ കിട്ടുമെന്ന് പറയുന്നതിന് പകരം, നിങ്ങളൊക്കെ നാളെ മോചിതരാകുമെന്ന് പറയുന്നതിന് പകരം ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. അതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതിനേക്കാൾ വിചിത്രമായിരിക്കാം. അവിടുന്ന് മൊഴിഞ്ഞു, എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച ശേഷം ഈ അറേബ്യ മരുഭൂമിയിലൂടെ ഒരാൺ തുണയില്ലാതെ ഒറ്റക്കൊരു പെൺകുട്ടിക്ക് സ്വൈരസഞ്ചാരം നടത്താൻ കഴിയുന്ന ഒരു സുപ്രഭാതം ഇവിടെ ആഗതമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരത്തെ അളന്നു നോക്കാനുള്ള മാനദണ്ഡം പെണ്ണിന്റെ വ്യക്തിത്വമാണെന്നർത്ഥം. ഒരു നാഗരികതയാകുന്നത് അവിടെ സ്ത്രീ ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഒരു കൾച്ചറാകുന്നത്, ഒരു സിവിലൈസേഷനായി തീരുന്നത് അവിടെ സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണ്, അവിടെ സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമ്പോഴാണ്, അവിടെ പെണ്ണിന്റെ വ്യക്തിത്വം ആദരിക്കപ്പെടുമ്പോഴാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധന കയക്കുന്ന നാണം കെട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പ്രാകൃത ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ, പെങ്ങന്മാരുടെ കണ്ണീരൊപ്പാൻ ഒരു പുതിയ ശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗ്നിഗോളമാവുക, പെങ്ങളെ നീ ഒരു ശക്തി വിശേഷമായി മാറുക. ഇവിടെ പാവങ്ങളായ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കർശനമായി ശിക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ, ക്രമസമാധാന പാലകന്മാർ മുന്നോട്ട് വരട്ടെ, അതിനോട് സഹകരിക്കാൻ സമൂഹം തയ്യാറാകട്ടെ. നിയമങ്ങൾ പോരാത്തതാണെങ്കിൽ പാർലമെന്റ് മുന്നോട്ട് വരട്ടെ, നിയമനിർമ്മാണ സഭകൾ മുന്നോട്ട് വരട്ടെ. പെണ്ണിന്റെ സുരക്ഷിതത്വത്തിനുള്ള നിയമങ്ങൾ അപൂർണമാണെങ്കിൽ അതിനെ പൂർണ്ണമാക്കാൻ ആവശ്യമായ ലെജിസ്ലേഷൻ, അതിനാവശ്യമായ നിയമനിർമ്മാണം, അതിനുവേണ്ടി രാജ്യത്തൊരു പുതിയ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഈ കാലത്തിന്റെ തീരത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ വില കൽപ്പിച്ച മഹാന്മാരായ ആചാര്യന്മാരെ ഓർത്തുകൊണ്ടെങ്കിലും, അവർ പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ പാഠം ഓർത്തുകൊണ്ടെങ്കിലും നാം തയ്യാറാവുക. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭകളെ ഓർമ്മിപ്പിക്കുന്ന നിയമത്തിന്റെ ഒരു മന്ദിരമുണ്ട്, ലിങ്കൺസ് ഇൻ. ഇപ്പോഴും ബാരിസ്റ്റർ പരീക്ഷ, പഴയ ബാരിസ്റ്റർ പരീക്ഷയും ഇപ്പോഴത്തെ നിയമപരീക്ഷകളും പാസ്സാകാൻ ആളുകൾ പോകുന്ന നിയമവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലക്കെട്ട് പോലെ, അതിന്റെ ആസ്ഥാനം പോലെ ലണ്ടനിലെ ലിങ്കൺസ് ഇൻ ബഹുമാനിക്കപ്പെടുന്നു. ആ ലിങ്കൺസ് ഇന്നിന്റെ ചുമരുകളിൽ ലോകത്ത് നിയമത്തിനു വേണ്ടി സംഭാവനകൾ അർപ്പിച്ച മഹത്തുക്കളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. മതനേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പല ദാർശനികന്മാർ അവരുടെ ഒക്കെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ ചിത്രമില്ലാത്ത ഒരു ലോകനായകന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ താഴെ എഴുതി വെച്ച വാക്കുകളിൽ ലോക ചരിത്രകാരൻ മുദ്രണം ചെയ്തിട്ടുണ്ട്, ലിങ്കൺസ് ഇന്നിന്റെ ചുമരുകളിൽ ഈ പ്രവാചകന്റെ നിയമങ്ങളിൽ പെണ്ണ് ഏറെ ആദരിക്കപ്പെടുകയാണ്. സ്ത്രീയുടെ അവകാശങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രവാചകൻ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് കാണാൻ സാധിക്കുന്നത്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകനാണ്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകൻ. പെണ്ണിന് സ്വത്തവകാശം ഉറപ്പുവരുത്തിയത് ഈ പ്രവാചകൻ. ഒട്ടകപ്പുറത്ത് തന്റെ പത്നിയെ ഇരുത്തിക്കൊണ്ട് ഒട്ടകത്തെ തെളിച്ചു പോകുന്ന ഒരാള് നബിയുടെ മുമ്പിലൂടെ കടന്നുപോയ രംഗം ഈ മദീനയുടെ
പാതയുടെ മദീനയിലേക്കുള്ള പാതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ്. ഒട്ടകപ്പുറത്തിരുന്ന് തന്റെ ഭാര്യയെ പിന്നിലിരുത്തിക്കൊണ്ട് തെളിച്ചു പോകുന്ന മനുഷ്യനോട്, ആ സഹോദരനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു, സഹോദര ഒന്ന് മെല്ലെത്തെളിക്ക്. നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതൊടഞ്ഞു പോകും. നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതിനെ ഉടക്കരുത്. എല്ലാവർക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. തെരുവ് തെണ്ടിക്ക് മാത്രമല്ല, ഡിഗ്രിയുള്ള ബിരുദകാരിക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. നബി തിരുമേനി വീട്ടിൽ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകി, അവർക്ക് വലിയ ബഹുമതി നൽകി, അവർക്ക് അഭിപ്രായം പറയാൻ അവസരങ്ങൾ നൽകി. അത് കേട്ടുകൊണ്ട് ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പത്നിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഇതിൽ നിനക്കെന്ത് കാര്യം പെണ്ണേ, നീ മാറിപ്പോവുക. തന്റെ പത്നിയോട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മാറിപ്പോവുക. കാരണം ആണുങ്ങൾ ഈ കാര്യം തീരുമാനിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം? ഉടൻ തന്നെ ഉമറിന്റെ പത്നി പറഞ്ഞു, നിങ്ങൾ എന്നോട് പോകാൻ പറയുന്നു കുടുംബകാര്യം സംസാരിക്കുമ്പോൾ, പക്ഷേ നിങ്ങൾ അറിയുമോ, ദൈവദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ കുടുംബം തർക്കിക്കുക പോലും ചെയ്യുന്നു. പെണ്ണിന് തർക്കിക്കാൻ പോലും ആ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മൗനിയായി പോയി. ഉമർ നേരെ നടന്നു പരിശുദ്ധ റസൂലിന്റെ വീട്ടിലേക്ക്. അവിടെയുള്ള റസൂലിന്റെ പത്നി ഉമറിന്റെ മകളായ ഹഫ്സയാണ്. ഹഫ്സയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഹഫ്സയുടെ കാതിൽ മന്ത്രിക്കുകയാണ് ഉമർ. പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു, മോളെ, നീ റസൂലിന്റെ പത്നിയല്ലയോ? ഞാനൊരു സംശയം തീർക്കാൻ വന്നതാണ്. നീ അല്ലാഹുവിന്റെ ദൂതരോട് കലഹിക്കാറുണ്ടോ? അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹഫ്സ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അവിടത്തോട് സംസാരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഉടൻ തന്നെ ഉമർ താക്കീത് ചെയ്തു, പെണ്ണേ, നീ എന്റെ മകളായതുകൊണ്ട് പറയുകയാണ്, റസൂലിനോട് തർക്കിക്കുമ്പോൾ സൂക്ഷിക്കണം. നിന്റെ സൗന്ദര്യത്തിന്റെ ഊക്കുകൊണ്ടല്ല, നീ എന്റെ മകളായതുകൊണ്ടാണ് പരിശുദ്ധ റസൂലിന്റെ പത്നിയായി നീ കഴിഞ്ഞുകൂടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, സ്ത്രീയുടെ പവിത്രതയെ, സ്ത്രീയുടെ മഹനീയതയെ, സ്ത്രീയുടെ ഉന്നതമായ വ്യക്തിത്വത്തെ ബഹുമാനിച്ച പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, മാ റഅയ്തു അശ്ബഹ സിംതം വലാ ഹദിയൻ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫാത്തിമത ഫീ ഖിയാമിഹാ വ ഖുഊദിഹാ. നടപ്പിലും ഇരിപ്പിലും ഫാത്തിമയേക്കാൾ റസൂലിനോട് സാദൃശ്യപ്പെട്ട ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ കടന്നു വന്നു. അവിടുത്തെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കടന്നു വന്നു. അപ്പൊ ഫാത്തിമ ഇങ്ങനെ നടക്കുമ്പോ മുന്നോട്ടുള്ള ഒരു ചെറിയ കുനിച്ചിലുണ്ട്, ശരീരത്തിന്റെ അല്പം മുന്നോട്ടുള്ള ഒരു വളവ്. ആ വളവിങ്ങനെ കണ്ടപ്പോ ഞാൻ ഓർത്തുപോയി, അത് അള്ളാഹുവിന്റെ റസൂല് നടക്കുന്ന പോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ സാദൃശ്യമുള്ള പരിശുദ്ധയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ഇങ്ങനെ കടന്നു വന്നിട്ട് സദസ്സിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോഴേക്ക് പരിശുദ്ധ റസൂൽ എഴുന്നേറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഉദ്ധരിക്കുന്നത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹായാണ്. നബി എഴുന്നേറ്റുകൊണ്ട് ഫാത്തിമയുടെ അടുക്കലേക്ക് പോയിട്ട് ഫാത്തിമയുടെ കൈപിടിച്ച് ഉയർത്തിയിട്ട് കൈപിടിച്ച് മുത്തം വെച്ചു എന്ന് ഉദ്ധരിക്കുന്നതും ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. മഹാനായ ഒരു ചരിത്രകാരൻ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മകളോടും ഫാത്തിമയോടും നബി കാണിച്ച ബഹുമാനമാണെങ്കിലും അതോടൊപ്പം ഇത് സ്ത്രീത്വത്തോടുള്ള ആദരവ് കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധക്കളത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ, ഇന്ന് ആരെങ്കിലും മരണപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ ഒരു കണ്ണുനീർ തുള്ളി പോലും വീഴ്ത്താൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. വെട്ടിക്കൊല നടക്കുന്നു, കൂട്ടക്കൊല നടക്കുന്നു, ഉറങ്ങുന്നവനെ കൊല്ലുന്നു, വിശ്രമിക്കുന്നവനെ കൊല്ലുന്നു. അമ്മയുടെ മുമ്പിൽ വെച്ച്, മാതാവിന്റെ മുമ്പിൽ വെച്ച് മകനെ, വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് അന്നം കഴിക്കാൻ പോകുന്നവനെ, ഓമന മക്കളുടെ മുമ്പിൽ വെച്ച് പിതാവിനെ, സ്കൂളിൽ കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകനെ, അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഈ ലോകത്ത് യുദ്ധക്കളത്തിൽ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ വിതുമ്പിക്കരഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടികൾ നബിയുടെ മതത്തിലോ സമുദായത്തിലോ പെട്ടവരല്ല, മറ്റൊരു മതസമുദായത്തിൽ പെട്ടവരാണെന്ന് വന്ന ആള് വിവരമറിയിച്ചപ്പോൾ ആ വിതുമ്പിക്കരച്ചിൽ ഒന്നുകൂടി ശക്തിപ്പെട്ട്, ഓമന മക്കൾക്ക് എന്ത് മതം, ഓമന മക്കൾ ഏത് മതത്തിൽപ്പെട്ടവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലല്ലയോ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ
ഒരു പിതാവിനെ ഓർക്ക്, ആ പിതാവിന്റെ കൈപിടിച്ച് കൂടെ നൽകുന്ന ഒരു മകളെയും ഓർക്ക്, പരിശുദ്ധ മുഹമ്മദിനെ ഓർക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ച് പിന്നാലെ നടക്കുന്ന ഫാത്തിമ ബീവിയെ ഓർക്ക് റളിയല്ലാഹു തആല അൻഹാ. എന്തോ ഒരു ബന്ധമായിരുന്നു ഈ പിതാവും മകളും തമ്മിലുള്ള ബന്ധം. നബിയുടെ വീടും ഫാത്തിമ ബീവിയുടെ വീടും തൊട്ടടുത്തായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിലൊരു ജനലുണ്ടായിരുന്നു, ഫാത്തിമ ബീവിയുടെ വീട്ടിലും ഒരു ജനലുണ്ടായിരുന്നു. ഈ രണ്ട് ജനലുകൾ ചരിത്രത്തിലെ വിലപ്പെട്ട ജനവാതിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്റെ ജനൽ തുറക്കും ഫാത്തിമയുടെ വീട്ടിലേക്ക് നോക്കാൻ. ഫാത്തിമ വീട്ടിലെ ജനൽ രാവിലെ തുറക്കും. ആ ജനലിലൂടെ റസൂലിന്റെ മകൾ ഇങ്ങോട്ടും നോക്കും. രണ്ടാളുടെയും ആദ്യത്തെ ജീവിതത്തിലെ രാവിലെയുള്ള ആദ്യത്തെ പരിപാടി, പിതാവ് മകളെ കാണാൻ തന്റെ വീടിന്റെ ജനൽ തുറക്കുന്നു, മകള് പിതാവിനെ കാണാൻ തന്റെ വീടിന്റെ ജനൽ തുറക്കുന്നു. പ്രഭാതമേ ആ ജനൽ, പരിവർത്തനത്തിന്റെ കവാടമേ ആ ജനൽ, ഇരു ലോകങ്ങളുടെ വാതിലേ ആ ജനൽ, പരിശുദ്ധ പിതാവിന്റെ പരിശുദ്ധ പുത്രിയുടെ വാസസ്ഥാനത്തിന്റെ ജനവാതിലേ, ഇരു സ്വർഗത്തിലേക്ക് തുറക്കേണ്ട വാതിലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ആ കവാടം. ഈ ജനലാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഒരു പിതാവ് ഒരു ജനൽ തുറക്കുന്നു, മകളുടെ ജനൽ അതേ സമയത്ത് തുറക്കുന്നു. എപ്പോഴും മകളെ കാണാൻ ആഗ്രഹം തോന്നുന്ന പിതാവ്, എപ്പോഴും പിതാവിനെ കാണാൻ കൊതിക്കുന്ന മകള്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ, അത് യുദ്ധത്തിനെങ്കിൽ യുദ്ധത്തിന്, മറ്റു വല്ല ദീനിയായ പ്രവർത്തനങ്ങൾക്കെങ്കിൽ അതിന്, അതുപോലുള്ള ഉജ്ജ്വലമായ യാത്രകൾ നടത്തുകയാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ നന്മ പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കാനുള്ള യാത്രകൾ പോവുകയാണെങ്കിൽ, ആദ്യം റസൂൽ ചെയ്യുന്ന, അവസാനം നബി തിരുമേനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന പണി, 2 റക്അത്ത് നമസ്കരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ അവസാനം ചെയ്യുന്ന പണി ഫാത്തിമയെ സന്ദർശിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ ചെന്ന് കാണുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവസാനം ഫാത്തിമയെ കാണും, എവിടുന്നെങ്കിലും വരുമ്പോ ആദ്യം ഫാത്തിമയെ കാണും. ആലോചിച്ച് നോക്കൂ. എവിടുന്നെങ്കിലും മടങ്ങി വരുമ്പോ ആദ്യം ചെയ്യുന്ന പണി ഫാത്തിമ. എങ്ങോട്ടെങ്കിലും പോകുമ്പോ എല്ലാ ജോലികളും തീർത്ത് അവസാനം ചെയ്യുന്ന പണി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയെ ചെന്ന് സന്ദർശിക്കുന്നു ഈ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ പിതാവിന്റെ കൈപിടിച്ച് പോകുന്ന റസൂലിന്റെ മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവിന്റെ കൈപിടിച്ചിട്ടാണ് മകൾ നടന്നു പോകുന്നത്, ഫാത്തിമ ബീവി നടന്നു പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, വല്ലാത്ത സന്ദർഭങ്ങളാണത്. നബി തിരുമേനിയുടെ കൂടെ കൊച്ചുമകളായ ഫാത്തിമ ആൾക്കൂട്ടങ്ങൾക്കടുത്തൂടെ നടന്നു പോവുകയാണ്. ശകാരങ്ങളാണ്. അപ്പോൾ മക്കയിൽ മർദ്ദനത്തിന്റെ കാലമാണ്. ഈ കൊച്ചുകുട്ടി കൂടെ നടന്നുകൊണ്ട് പിതാവിനെ ചീത്ത വിളിക്കുന്നത് കേൾക്കുകയാണ്. എന്തിനാണ് എന്റെ പിതാവിനെ എല്ലാവരും ആക്രമിക്കാൻ ഒരുമ്പെടുന്നത്? എല്ലാവരും എന്തിനാണ് എന്റെ പിതാവിനെ മർദ്ദിക്കാൻ ഒരുമ്പെടുന്നത്? സത്യം പറയുന്ന ഇത്ര ശുദ്ധനായ ഒരു വ്യക്തിത്വം വേറെയില്ലാഞ്ഞിട്ട് എന്തിനെന്റെ പിതാവിനെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയാക്കുന്നു? ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ്. മോണ്ടുഗോമറി വാട്ടാണെന്ന് തോന്നുന്നു, യൂറോപ്യൻ ഹിസ്റ്റോറിയൻ. അദ്ദേഹം പറയുന്നുണ്ട്, മസ്ജിദുൽ ഹറാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകൻ മദീനയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. നബി നിസ്കാരത്തിന് വേണ്ടി പോയ സമയത്ത് നബിയുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല സുജൂദിൽ കിടക്കുമ്പോൾ ചാർത്തുന്നു. ഒരു വിളിപ്പാടകലെ നിന്നുകൊണ്ട് ഈ കൊച്ചുകുട്ടി ഇത് കാണുന്നു. ഫാത്തിമ നോക്കുകയാണ്. ഫാത്തിമ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഫാത്തിമ ബീവി ഓർക്കണം. ചരിത്രത്തിന്റെ വിളിയാളമേ ഫാത്തിമ, കാലത്തിന്റെ മുത്തേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആർക്കുണ്ടായി ഇത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും? അവസാനം ഈ കൊച്ചുകുട്ടി ചെന്ന്, 6-7 വയസ്സുള്ള കുട്ടി ചെന്ന് പിതാവിന്റെ പുണ്യമേനിയിൽ നിന്ന് ഓരോന്നോരോന്നായി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള കുടൽമാല അതെടുത്ത് പുറത്തേക്ക് നീക്കിക്കൊടുക്കുന്നത് 6-7 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞാണ്, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ. മറ്റൊരിക്കൽ പരിശുദ്ധ നബിയുടെ മേലേക്ക് പൊടിമണ്ണ് വാരിയെറിയുമ്പോൾ ഈ കുട്ടി ദൂരെ നിന്ന് നോക്കിക്കാണുന്നു ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് ഒരു പേരുണ്ട് ചരിത്രത്തിൽ. ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ ഒരു പെൺകുട്ടിക്കും കിട്ടാത്തൊരു പേര്. ചരിത്രകാരന്മാർ അത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഉമ്മു അബീഹ, തന്റെ പിതാവിന്റെ മാതാവ്.
1000 വട്ടം ആലോചിക്കേണ്ടതാണ് ആ പേരിനെ കുറിച്ച്. ഞാനത് വിശദീകരിക്കുന്നില്ല. തന്റെ പിതാവിന്റെ മാതാവ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, പ്രത്യേകിച്ച് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഉമ്മ നോക്കേണ്ട പിതാവിനെ ഖദീജ ബീവി വഫാത്തായ ശേഷം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫാത്തിമ ബീവി പരിപാലിച്ചു. ഫാത്തിമ ബീവി സിബ്തൈനൽ കരീമൈനിൽ ഹസനി വൽ ഹുസൈൻ, ഹസന്റെയും ഹുസൈന്റെയും മാതാവ് എന്ന നിലക്ക് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനം സമ്പാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ലാ മറിയം. മറിയം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമയാണ്. വേറെ ഒരു ഹദീസിൽ സയ്യിദത്തു നിസാഉൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളുടെ നേതാവ് മറിയം. ആദ്യം മറിയമാണ്, സുമ്മ ഫാത്തിമ, പിന്നെ ഫാത്തിമയാണ്, സുമ്മ ഖദീജ, പിന്നെ ഖദീജയാണ്. മാതാവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മകളെ മുന്തിച്ചു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സുമ്മ ആസിയ, പിന്നെ ആസിയയാണ്. ഫാത്തിമയെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ ഉമ്മു ഐമനാണ് ഫാത്തിമയുടെ കൂടെ യാത്ര പോയത്. കൊണ്ടുപോയ സാധനങ്ങൾ ഇത്രയാണെന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 മരക്കട്ടിൽ, 2 തലയണ. ആ തലയണ ഉണ്ടാക്കിയത് ഈത്തപ്പനയുടെ ഓല കൊണ്ടാണ്. ഈത്തപ്പനയുടെ ഓല നിറച്ച ഒരു തലയണ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിൽ, ഒരു കോപ്പ, ഒരു തോൽസഞ്ചി, 2 ആട്ടുകല്ല്, 2 മൺപാത്രം, ഇത്രയും സാധനങ്ങളാണ് ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ വിവാഹത്തിന് മകൾക്ക് പാർക്കാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ട് നിയോഗിച്ചത്. അതുകൊണ്ട് ആർഭാടരഹിതമായി, ദുരാചാര വിരുദ്ധമായി മനുഷ്യരുടെ പരസ്പര ബന്ധത്തെ കാണുന്ന ഒരു സംസ്കാരം സ്വീകരിക്കാൻ സാധിക്കണം. സ്ത്രീധനം ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, സഹോദര സമുദായങ്ങളിലും ഒക്കെ ഈ വലിയ മാരകമായ ക്യാൻസർ കുടുംബങ്ങളുടെ വിഷമായിക്കൊണ്ട് വളർന്ന് പടർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സമുദായങ്ങളിലും ജനവിഭാഗങ്ങളിലും മതവിശ്വാസങ്ങളിലും ഉൾപ്പെട്ട ആളുകൾ ഈ തിന്മക്കെതിരെ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഒരു സ്ത്രീധന വിരുദ്ധ പ്രസ്ഥാനത്തിന് ജന്മം നൽകാൻ സാധിക്കണം. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ പവിത്രത ഉയർത്തലാണ്. സ്ത്രീ വിൽപ്പന ചരക്കാകരുത്. സ്ത്രീ പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമാണ്. സ്ത്രീയാണ് ഏറ്റവും വലിയ വ്യക്തിത്വം. സ്ത്രീ തന്നെയാണ് പുത്രി ഫാത്തിമയെ പോലെ മുഹമ്മദ് മുസ്തഫാന്റെ പുത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം.